നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 76 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധമാണ് ഇസ്രയേൽ നടത്തുന്നത്. രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻ ഗുറിയോൺ സ്ഥാപിച്ച ഇസ്രയേലി യുദ്ധ സിദ്ധാന്തത്തിന് ഇത് നേർവിരുദ്ധമാണ്. 2011 ഇസ്രയേലി സൈനികനായ ഗിലാഡ് ഷാലിറ്റിന് പകരമായി 1027 പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചിരുന്നു. സമാനമായ അവസ്ഥ വീണ്ടും ഉണ്ടാകുമെന്നാണ് ഹമാസ് പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിലും നെതന്യാഹു അതിന് വഴങ്ങിയില്ല. ഗാസയെ ഹമാസ് തീവ്രവാദികളുടെ കയ്യിൽ നിന്നും എന്നേക്കുമായി മോചിപ്പിക്കണം എന്നതായിരുന്നു നെതന്യാഹുവിന്റെ നിലപാട്. ഇസ്രയേലും ഹമാസും തമ്മിൽ ഗാസയിൽ വെടിനിർത്തൽ ഉറപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഇക്കാര്യത്തിൽ പ്രതീക്ഷയ്ക്ക് വളരെ ഏറെ വഴിയുണ്ട് എന്നാണ് വ്യാഴാഴ്ച പത്രസമ്മേളനത്തിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത്. തടവുകാരെ കൈമാറാൻ കഴിയുമെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. ബന്ദികളാക്കിയവരുടെ തിരിച്ചുവരവ് പ്രതീക്ഷയുടെ പ്രധാന അടയാളമാണ് എന്നും ബൈഡൻ പറയുന്നു. പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനമൊഴിയുന്നതിന് 2 ആഴ്ച മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് മുഴുവൻ ബന്ദികളെയും പുറത്തുവിടുമെന്ന് അന്ത്യശാസനം നൽകിയിട്ടുമുണ്ട്. ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഈ ആഴ്ച ഖത്തറിലെ ദോഹയിലേക്ക് എത്തിയിട്ടുണ്ട്. ഗാസയിൽ വെടിനിർത്തലും തീവ്രവാദി സംഘം തടവിലാക്കിയ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമായി ജനുവരി 20 മുൻപ് തന്നെ ഇസ്രയേലും ഹമാസും ഒരു കരാറിലെത്താൻ കഴിയുമെന്ന് ബൈഡൻ വിശ്വസിക്കുന്നു. 34 ബന്ദികളുടെ മോചനമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇവരുടെ പട്ടിക ഹമാസ് കൈമാറിയിട്ടുണ്ട്. എന്നാൽ ഇവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന വിവരം ഹമാസ് നൽകിയിട്ടില്ല എന്നതാണ് ആശങ്കയ്ക്ക് വഴിയൊരുക്കുന്നത്. ഇതിനിടെ ഇന്നലെ റാഫ അതിർത്തിയിലെ തുരങ്കത്തിൽ നിന്ന് 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയത് ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഗാസ മുനമ്പിൽ ഉടനീളമുള്ള ഇസ്രയേലി ആക്രമണങ്ങളിൽ കുറഞ്ഞത് 50 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 33 പേർ വടക്കൻ ആക്രമണത്തിലും ഉപരോധത്തിലും ഉൾപ്പെടുന്നവരാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഗാസയിൽ വെടിനിർത്തൽ കരാറിൽ എത്താനുള്ള സാധ്യതകളെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ഇതേസമയം ഗാസയിലെ ആരോഗ്യ പരിപാലന മേഖലയെ സ്ഥിരമായ പ്രതിസന്ധിയിലാക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് എന്ന് ഹമാസ് പറയുന്നു. ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടുനിൽക്കുന്ന പരിമിതമായ അളവിലുള്ള ഇന്ധനം മാത്രമേ എൻക്ലേവിലെ ആശുപത്രികളിൽ എത്തിക്കുന്നുള്ളൂ എന്നും ഹമാസ് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ജെനിനിലെ പലസ്തീൻ സുരക്ഷാ സേനയും പോരാളികളും തമ്മിൽ പുതിയ ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചു. തിങ്കളാഴ്ച വെസ്റ്റ് ബാങ്കിൽ 3 ഇസ്രയേലികൾ കൊല്ലപ്പെട്ട ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസ്സാം ബ്രിഗേഡ്സ് ഏറ്റെടുത്തിട്ടുണ്ട്. പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ അൽഖുദ്സ് ബ്രിഗേഡുകളുടെയും അൽ അക്സ രക്തസാക്ഷി ബ്രിഗേഡുകളുടെയും സംയുക്ത ഓപ്പറേഷനാണ് ആക്രമണത്തിന് കാരണമായത് എന്നാണ് പറയുന്നത്. തെക്കൻ ലെബനനിലും ആക്രമണം തുടരുകയാണ്. 2025 ആദ്യത്തെ 9 ദിവസങ്ങളിൽ തന്നെ ഇസ്രയേൽ സൈന്യം 490 പലസ്തീനികളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് നിയമവിരുദ്ധർ എന്ന മുദ്രകുത്തിയ 247 പ്രതിരോധ പോരാളികളെ അറസ്റ്റ് ചെയ്തതായി പലസ്തീൻ അതോറിറ്റിയുടെ സുരക്ഷാ സേനയുടെ വക്താവ് പറഞ്ഞു. ഗാസയിലെ ഇസ്രയേൽ വംശഹത്യയിൽ 2023 ഒക്ടോബർ 7 മുതൽ കുറഞ്ഞത് 46,006 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 1,09,378 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിൽ ഇസ്രയേലിൽ കുറഞ്ഞത് 1,139 പേർ കൊല്ലപ്പെടുകയും 251 പേർ ബന്ദികളാകുകയും ചെയ്തു. ഇതിൽ 80 പേരെ 2023 നവംബറിൽ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി വിട്ടയച്ചിട്ടുണ്ട്. 240 പലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിച്ചു. ബാക്കി 96 പേരാണ് ഗാസയിലുള്ളത്. ഇതിൽ 34 ബന്ദികൾ മരിച്ചു എന്നാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.